ഞാൻ എന്തായാലും ഈ പുലികളി ആവേശത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഞാൻ ഇതാ പുലി ഷർട്ടൊക്കെ ഇട്ട് പുലി മുഖമൂടി വെച്ച് സെറ്റായി കഴിഞ്ഞു. ഇന്നിവിടെ ബാലഭൂമിയുടെ പുലി മുഖമൂടിയാണ്. അപ്പോൾ കേരളമെമ്പാടുമുള്ള മലയാളികളെ ഇപ്പോൾ ഈ ബാലഭൂമിക്കൊപ്പം നമ്മുടെ ഈ പുലികളി ആഘോഷമാക്കുന്നുണ്ട്. എല്ലാവരും സെറ്റായി കഴിഞ്ഞു. ഇവിടെ ഞാൻ അധികം നേരം ഈ മാസ്ക് വെച്ച് നടക്കുന്നില്ല. കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചേച്ചി ഈ മാസ്ക് തരുമോ വെച്ച് കുറേ കുട്ടിപ്പട്ടാളം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എനിക്കിത് കൊടുക്കണം. പിന്നെ ഞാൻ ഈ മാസ്ക് വെച്ച് അധികം നേരം നടന്ന ആരെങ്കിലും ദേഹത്ത് തട്ടി ചായയൊക്കെ പോയാൽ ശരിക്കും അവരെന്നെ ചിലപ്പോൾ പെയിന്റ് അടിച്ച് ഇവിടെ പുലിയൊക്കെ ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മാസ്ക് ഊരി നടക്കുകയാണ്. ഇവിടെ എല്ലാവരും സെറ്റായി കഴിഞ്ഞു. കുട്ടിപ്പുലികളെയൊക്കെ ഇപ്പോൾ പെയിന്റ് അടിക്കാനുള്ള, അവരുടെ ശരീരത്തിൽ പുലിവേഷം വരയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അധിക നേരം ഇടുന്ന അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം ഉണങ്ങാനുള്ള ഒരു താമസമേ ഇനിയുള്ളൂ. നമ്മൾ കാത്തിരുന്ന ആ 4 വയസ്സുകാരൻ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ അകറ്റിയാണ്. ഓക്കെ ആണോ? ഹാപ്പി ആണോ? പുലിവേഷം കെട്ടാൻ എത്തിയപ്പോൾ സന്തോഷമായോ? ക്ഷീണമാണോ വെള്ളമൊക്കെ കുടിക്കുന്നത്? ഒന്നും പറയുന്നില്ല, ടെൻഷനിലാണെന്ന് തോന്നുന്നു. അച്ഛനാണോ ആഗ്രഹം പറഞ്ഞതാണോ പുലിവേഷം കെട്ടണത്? ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയും, എനിക്ക് അച്ഛാ പുലിയാവണമെന്ന് പറഞ്ഞിട്ടാണ് ആള് ഇങ്ങനെ പുലിയാവാനായിട്ട് ഞങ്ങൾ ഇറക്കിയത്. ഫസ്റ്റ് ടൈമാണ് ഫാഷൻ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം അവന് പേടിയൊന്നുമില്ല. അവൻ നന്നായി ചെയ്യുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞു. സ്റ്റെപ്പ് അറിയോ ശിവയ്ക്ക്? കാട്ടി കൊടുക്കോ? കാട്ടി കൊടുത്തോക്കെ 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി കളിക്കട്ടോ. രുദ്രപ്രയാഗ് കളിച്ചോളൂ. ഇങ്ങനെ 2 സ്റ്റെപ്പ്. മിടുക്കനാണ്. അപ്പൊ പുലികളിക്കായിട്ട് രുദ്രപ്രയാഗ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ എനർജിയിലാണ്. ഒത്തിരി നേരം നടക്കേണ്ടല്ലേ റൗണ്ട്. എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചില്ലേ? നടക്കുവോ? പറയേ. നടക്കാനൊക്കെ തയ്യാറാണ്, ഫുൾ സെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ആദ്യം പറഞ്ഞ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറിയ മോനല്ലേ? ടെൻഷനൊന്നുമില്ല. ഇവൻ ഓൾറെഡി ഇങ്ങനത്തെ റാമ്പിലൊക്കെ ഓൾറെഡി ഒരു 6 കഴിഞ്ഞതാണ് ഫാഷൻ ഷോ. അപ്പൊ കാരണം പേടിയൊന്നുമില്ല ആൾക്ക്. എന്തായാലും അല്ലേ, സൂപ്പറായിട്ട് നടക്കില്ലേ? പറയേ. എല്ലാത്തിനും സെറ്റാണ്. എന്താണ് ഒരു ടെൻഷനും ഇല്ല. ഞാനൊക്കെ സെറ്റാണെന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരി. ഇനി മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. ഫുൾ എനർജിയാണ്. അമ്മയാണല്ലേ? ആവശ്യം പറഞ്ഞപ്പോ എന്തായിരുന്നു ആദ്യം തോന്നിയത്? ഞാനിതില് ഒന്നും പറഞ്ഞില്ല. അവരച്ഛനും മോനെ എടുത്ത തീരുമാനമാണ്. ഞങ്ങളിങ്ങനെ വരുമ്പോൾ വഴിയിലൊക്കെ ഫ്ലെക്സും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് പുലിയാവണം അച്ഛാന്ന് പറഞ്ഞു. അപ്പം അച്ഛനങ്ങനെ ഇവിടെയുള്ള ആളുകളെ കമ്മിറ്റിക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരും തയ്യാറാണ്. പക്ഷെ പ്രത്യേക നന്ദി പറയണം അവരോട്. ഞങ്ങൾ അവസാന നിമിഷമാണ് വന്ന് പറഞ്ഞത്. ഇന്നലെയാണ് ഞങ്ങൾ ഉണ്ണിൻ്റെ റെഡിയാണ് മിനിഞ്ഞാന്ന് വന്ന് പറഞ്ഞത്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ്. അപ്പോൾ അവർ ട്രൗസറൊക്കെ തയ്ച്ച് കഴിഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്, അവരും ഓക്കെയാണ്. അത് കാരണം കൊണ്ടാണ് നമുക്കിതിങ്ങനെ ഒരു അവസരം തന്നത് അവർ. ഇത് എന്റെ ചേച്ചിയുടെ മോളാ. ഒരു പുലിവേഷം കിട്ടിയ കൊള്ളുന്നുണ്ടോ? ഇല്ല, നാണാണ്. ഞാനൊന്നും പുലിവേഷം കെട്ടത്തില്ല. അപ്പൊ ഫുൾ സെറ്റായി നമ്മൾ രുദ്രപ്രയാഗ് ഇവിടെ നിൽക്കുകയാണ്. ഇനി ഈ പുലി പെയിന്റ് അടിച്ചു കഴിഞ്ഞ് നമുക്ക് രുദ്രപ്രയാഗിനെ ഒന്ന് കാണണം. ഈ 4 വയസ്സുകാരൻ എങ്ങനെ കിടിലായിരിക്കും എന്നുള്ളതൊന്ന് കാണണം. അതിനാണ് ഈ ആര്യ വെയിറ്റിംഗ്. ശരി, അപ്പം അവിടെ നമ്മുടെ രുദ്രപ്രയാഗിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അവൻ എത്തിക്കഴിഞ്ഞു. അപ്പം എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തൃശ്ശൂർ ഒരു മൊത്തം ശക്തന്റെ നഗരം ഒരു പുലിമടയാവാൻ ഇനി കുറച്ച് നേരം കൂടി കാത്തിരുന്നാൽ മതി. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ആളുകളൊക്കെ ആ ദേഹത്തെ ചമയം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെയാണ്. പലതരത്തിലുള്ള വർണ്ണാഭമായ പുലികൾ, അവരുടെ തയ്യാറെടുപ്പുകൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള സർപ്രൈസുകളുണ്ട്. കഴിഞ്ഞ തവണയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായി പുലിക്കളിയിൽ പാതുകങ്ങളൊക്കെ ധരിച്ചു തുടങ്ങിയത്. ഇത്തവണ പല ദേശങ്ങളും പാതുകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പാതുകങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹിമ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹിമ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു തൃശ്ശൂരിലേക്ക് ഈ പുലിക്കളി കാണാനൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയുണ്ട് അവിടെ ചെന്നിട്ട് ആ വൈബൊക്കെ എങ്ങനെയുണ്ട്? ശരിയാണ് ആര്യ, ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് പുലികളി കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഫുൾ ആവേശം എനിക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പുലി ഷർട്ടും കൂടി ഇട്ടപ്പോൾ ഞാനും ഒരു പുലി വൈബിൽ അങ്ങനെ നിൽക്കുവാണ്. ഞാനും ഹാപ്പിയാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ. ഞാനിവിടെ തൃശ്ശൂർ തന്നെയാണ് പഠിച്ചത്. പക്ഷെ എന്നാലും പുലികളിയോ തൃശ്ശൂർ പൂരം ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ആ കുറവ് എന്തായാലും ഇത്തവണ ഞാനങ്ങ് നികത്തി. ഇനിയിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ അരമണി കിലുക്കി നൃത്തം ചെയ്യുന്നത് കാണാനുള്ള വെയിറ്റിംഗിലാണ് ഞാൻ. ഇവിടെ എല്ലാവരും ഫുൾ സെറ്റായി പെയിൻ്റൊക്കെ ചായയൊക്കെ പൂശി ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് സംസാരിച്ച ചേട്ടനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇനി ഗൾഫിൽ പുലികളിയുള്ളപ്പോൾ പോകണം എന്നാണ്. അല്ലേ? ഗൾഫിലേക്ക് പോകണം. ചാൻസ് കിട്ടിയായിരുന്നു, പോകാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബോംബെ വരെ എത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ പുലികളിക്കായിട്ട് പോയിട്ടുള്ള ആളാണ്. 15 വർഷമായിട്ട് പുലിവേഷം കെട്ടി. 14 വർഷം. അപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി വയറൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ പുലി വയറ് ഓൾറെഡി ഉള്ളതാണ്. കളി കാലമാകുമ്പോൾ അതിന് ഡിമാൻഡ് കൂടും. പിന്നെ ഇതിലൊരു കാരാണ്
ചേട്ടൻ ആദ്യമായിട്ട് പുലിവേഷം കെട്ടുന്ന ആളാണ് കേട്ടോ. ആദ്യമായിട്ട് കെട്ടുകയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ടോ? ഉണ്ട് ചെറുതായിട്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങ് സെറ്റ് ആയി പോവല്ലേ. ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരോട് ഇവിടെ കാണാൻ വേണ്ടി ഒത്തിരി പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവരോടൊക്കെ ഉള്ള പ്രതികരണം ചോദിച്ചു നോക്കാം. ചേട്ടാ ഒരു പുലിവേഷം കെട്ടായിരുന്നില്ലേ? പേടിയാണല്ലേ? വല്യച്ഛനാണ്. പുലിവേഷം കെട്ടണ്ടെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല, താല്പര്യമില്ല. എങ്ങനെയാണ് ഇവിടെ പുലികളി ആവേശം? സെറ്റ് ആണല്ലോ? നല്ല സെറ്റാണ്, നല്ലൊരു ആവേശം. ഇപ്പൊ റൗണ്ടിൽ പോയി പുലികളി കാണാൻ തയ്യാറെടുപ്പാണ്. ഫുൾ ഫാമിലി ആയിട്ടാണ് എല്ലാരും സെറ്റ് ആയിരിക്കുകയാണ്. അവിടെ കുറെ കുട്ടി ടീംസ് ഉണ്ട്. വികാരമാണല്ലോ. അതെ അതെ, തൃശ്ശൂരുകാരുടെ മെയിൻ വികാരമാണ്. പുലികളി വേണ്ടാന്നൊക്കെ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകളുടെ ഒരു വികാരത്തെ മാനിച്ച് തന്നെയാണ് മെയിൻ ആയിട്ട് ഈ പുലികളി വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ പുലികളി മാറ്റിവെക്കുന്ന ഒരു തീരുമാനത്തിൽ ഇപ്പൊ ഭയങ്കര വിഷമം തോന്നി. വീണ്ടും പുലികളി ഉണ്ട് എന്നുള്ള തീരുമാനത്തിൽ ഇവരൊക്കെ ആവേശത്തിലാണ്. ഇവിടെ കുറെ കുട്ടി ടീംസ് ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു. ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ പുലികളി ടീമിന്റെ ഒപ്പം നിൽക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഹാപ്പി അല്ലേ? ഫുൾ വൈബാണ് കേട്ടോ എല്ലാവരും. നിങ്ങൾക്ക് എന്താ പുലികളി വേഷം കെട്ടാൻ? അതറിയില്ല. കൊടവയറില്ല എന്നാണ് നേരത്തെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. കൊടവയറൊന്നും വേണ്ട, നമുക്ക് അടുത്ത വർഷം കെട്ടാന്നേ. അടുത്ത വർഷം കെട്ടാൻ എത്ര പേര് തയ്യാറാ? അതാ 1, 2, 3 പേരുണ്ട് കേട്ടോ. അടുത്ത വർഷം നമുക്ക് ഈ 3 പുലികളെ തയ്യാറാക്കാം. അപ്പൊ എല്ലാരും അടുത്ത വർഷം കാണാം. ഓക്കെ, ഈ ഫുൾ പുലികൾ അടുത്ത വർഷം നമ്മുടെ കൂടെ ഉണ്ടാവും. അറിയാം, നമുക്ക് നോക്കി വെക്കാം ഇവരൊക്കെ ഇറങ്ങുന്നുണ്ടോന്ന്. അതെ, അപ്പം ഇപ്പൊ ഇതിന്റെ ഭാഗമായി ഈ കാഴ്ചകളെ കണ്ട് അടുത്ത തവണ ഇതിന്റെ ഈ ഒരു പുലിക്കളിയുടെ ഭാഗമാകാൻ, ഈ ഒരു ആവേശ കാഴ്ചകളുടെ ഭാഗമാകാൻ ആ കുട്ടികളും തയ്യാറെടുക്കുകയാണ്. അതിന്റെ ആഗ്രഹം അവർ പറയുകയാണ്.